പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും എക്കാലത്തും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, കർത്താവ് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്നുള്ളത്. പലരും ചോദിക്കുകയാണ്, എന്താണ് ഞാൻ അനുഗ്രഹിക്കപ്പെടാത്തത്? അങ്ങനെയുള്ളവർക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ആത്മീക സന്ദേശം. 115-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. പലരും മറന്നു പോകുമ്പോൾ ഓർക്കേണ്ട പലരും നിന്നെ ഓർക്കാതിരിക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുക, ദൈവം നിന്നെ ഓർത്ത് അനുഗ്രഹിക്കും. ഒരു നിമിഷം തിരിഞ്ഞു ചിന്തിച്ചേ, ദൈവം നിന്നെ ഓർക്കത്തക്ക എന്തെങ്കിലും ഒരു കാര്യം നീ ദൈവത്തിന് ചെയ്തിട്ടുണ്ടോ? നിന്റെ ജീവിതം കൊണ്ടോ, നിന്റെ അധ്വാനം കൊണ്ടോ, നിന്റെ പ്രാർത്ഥന കൊണ്ടോ, നിന്റെ വചനധ്യാനം കൊണ്ടോ, നിന്റെ വിശുദ്ധ ജീവിതം കൊണ്ടോ ദൈവം നിന്നെ ഓർക്കത്തക്ക എന്തെങ്കിലും സാഹചര്യം നീ ദൈവത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു നിമിഷം തിരിഞ്ഞു ചിന്തിച്ച് ദൈവം നിന്നെ ഓർക്കും. ബൈബിളിൽ വാക്യമുണ്ട്, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും എൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാത്ത ദൈവം. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന ദൂതന്മാരെ അബ്രഹാം സൽക്കരിച്ചു എന്ന ഒറ്റ കാരണത്താൽ നീണ്ട വർഷങ്ങൾ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾക്ക് മന്നായും കാടപ്പക്ഷിയും കൊടുത്ത് പോറ്റുന്ന കാര്യം ദൈവം മറന്നില്ല എങ്കിൽ ദൈവം നിന്നെ ഓർക്കത്തക്ക എന്തെങ്കിലും കാര്യം നീ ചെയ്തിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം നോഹയെ ഓർത്തു. ഓർക്കുവാൻ കാരണം എന്താ? മഴ പെയ്യാതിരിക്കുന്ന കാലത്ത് മഴ പെയ്യുമെന്ന് അരുളപ്പാടുണ്ടായിട്ട് നീണ്ട വർഷങ്ങൾ ദൈവത്തെ പ്രസംഗിച്ചിട്ട് ആരും രക്ഷിക്കപ്പെടാതിരുന്നിട്ട് താനും തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും തങ്ങളുടെ കുടുംബവും പെട്ടകത്തിൽ കയറി ന്യായവിധിയുടെ വെള്ളത്തിന് മുകളിൽ കൂടെ നോഹ യാത്ര ചെയ്യുമ്പോൾ ബൈബിൾ എഴുതി, നോഹയും കുടുംബത്തെയും ദൈവം ഓർത്തു. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് സംസാരിക്കുക. ദൈവം നിന്നെ ഓർക്കത്തക്കവണ്ണം ചിലതൊക്കെ ചെയ്യാൻ നിനക്ക് അവസരങ്ങൾ ദൈവം തരും. ആ അവസരം പ്രയോജനപ്പെടുത്തണം. ദൈവം നിന്നെ ഓർത്തിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഓർത്തോർത്ത് അനുഗ്രഹിക്കണേ. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, 70 80 വർഷം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തരുമ്പോൾ കർത്താവേ, അങ്ങയെ പ്രസാദിപ്പിച്ച് അങ്ങയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു പറ്റത്തക്ക രീതിയിൽ, ഹല്ലേലൂയ, അങ്ങയുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ അങ്ങയോട് കൂടെ നടന്ന് അങ്ങ് ഞങ്ങളെ ഓർക്കത്തക്കവണ്ണം പലതും ചെയ്യാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങൾ നിന്നെ ഓർത്ത് ദൈവം അനുഗ്രഹിക്കും. അതിന്റെ സമയമായി. ഗോഡ് ബ്ലെസ് യു.